1974 കുറിച്ച് ഞാൻ ഓർക്കുകയായിരുന്നു. ഇവിടെയിരുന്നു അന്ന് ഇവിടെ വന്ന പല ദേവദാസന്മാരെ കണ്ട് അവരോട് കാര്യങ്ങൾ സംസാരിച്ച് കാര്യങ്ങൾ രൂപപ്പെടുത്തുന്നത് അതൊക്കെ ഓർമ്മയിൽ കൂടെ കടന്നുപോവുകയാണ്. അന്ന് ജനറൽ സെക്രട്ടറി ആയിരുന്നത് കർത്താവിൻ്റെ വലിയ ദാസൻ KV മാത്യു സാർ ആയിരുന്നു. അദ്ദേഹം ജനറൽ സെക്രട്ടറി ആയപ്പോൾ അദ്ദേഹത്തോട് ME ചെറിയാൻ സാർ പറഞ്ഞ ഒരു കാര്യം ഇന്നും ഞങ്ങളത് ഷെയർ ചെയ്യും. കുഞ്ഞുമോൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ വീട്ടിലെ പേര്. കുഞ്ഞുമോനെ, ഈ SBS ബാലസംഘം കേരളം മുഴുവൻ അതാക്കണം, അത് തുടങ്ങണം എന്നുള്ള വലിയൊരു ചലഞ്ചാണ് താൻ ജനറൽ സെക്രട്ടറി ആയപ്പോൾ ഏറ്റെടുത്തത്. അതിനുശേഷം 1975 ഞാൻ ജനറൽ സെക്രട്ടറി ആയി തീരുവാൻ ഇടയായത്. അദ്ദേഹം ചെയ്തു വെച്ച ശുശ്രൂഷകൾക്ക് തുടർച്ചയായിട്ടുള്ള ശുശ്രൂഷകളായിരുന്നു എനിക്ക് ചെയ്യാനുണ്ടായിരുന്നു. അങ്ങനെയായിരുന്നാൽ പോലും ഞങ്ങളുടെ സ്നേഹബന്ധം, ഒത്തൊരുമ, ആ മൂവർ സംഘം എന്നുള്ള ആ കാര്യം വളരെ അനുഗ്രഹീതമായ ഒരു വലിയ കൂട്ടുകെട്ടായിരുന്നു എന്നുള്ളത് ഓർക്കുവാൻ കഴിയും. അന്ന് പ്രവർത്തനത്തിൽ യാതൊരു വിധമായ അസൂയയുമില്ല. അന്ന് പ്രവർത്തനത്തിൽ ഞങ്ങൾ ഒരുമിച്ചുള്ള പ്രവർത്തനം, ആ പ്രവർത്തനത്തിന് ദൈവം വളരെയധികം മാറ്റി കൽപ്പിച്ചു എന്ന് പറയുവാനായിട്ട് കഴിയും. എത്രയോ ദിനരാത്രങ്ങൾ ഞങ്ങൾ ഒരുമിച്ച് ഉണ്ട് ഉറങ്ങി യാത്ര ചെയ്ത് കേരളത്തിൻ്റെ അനേക സ്ഥലങ്ങളിൽ ട്രാൻസ്പോർട്ട് ബസ്സിൽ യാത്ര ചെയ്തത് ഓർക്കുകയാണ്. അന്ന് ഒരു സ്ഥലത്ത് പ്രവർത്തനത്തിന് പോകണമെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, വാഹന സൗകര്യങ്ങൾ ഇപ്പോൾ സ്വന്തമായിട്ടില്ല. കയ്യിൽ ബാലസംഘത്തിന് ഒരു മൈക്ക് ഉണ്ട്, അതിൻ്റെ ആംപ്ലിഫയർ, അതിൻ്റെ സ്പീക്കർ, ബാക്കി കാര്യങ്ങളെല്ലാം ഉണ്ട്. എനിക്കാണെങ്കിൽ ഒരു ഹാർമോണിയം, ഒരു അക്കോർഡിയൻ ഉണ്ട്. അത് പാട്ട് പഠിപ്പിക്കാൻ ഉതകുന്ന ഒരു ഇൻസ്ട്രുമെൻ്റാണ്. അത് വേറൊരു കയ്യിലുണ്ട്. എന്ന് വേണ്ട വേറൊരു ഫ്ലാനൽ ബോർഡ് ഒരു കയ്യിൽ കാണും. ഇങ്ങനെ അനേകം ഒരു പ്രൊജക്ടറുണ്ട്, അത് വേറൊരു കയ്യിൽ കാണും. ഇതെല്ലാം ട്രാൻസ്പോർട്ട് ബസ്സിൽ ഡ്രൈവറുടെ ഭാഗത്ത്, ആ ക്യാബിൻ്റെ അകത്ത് കയറ്റി വെച്ചാണ് ഈ കേരളത്തിലെ അനേക സ്ഥലങ്ങളിൽ യാത്ര ചെയ്തത് എന്ന് ഓർക്കുമ്പോൾ, ഇന്ന് അത് ഓർക്കുമ്പോൾ എനിക്ക് വളരെ വളരെ അത്ഭുതം തോന്നും. കാരണം ഇന്ന് സ്വന്തം വണ്ടി ഉണ്ടെങ്കിൽ പോലും അതേപോലെ സാധനങ്ങളൊക്കെ വെച്ച് യാത്ര ചെയ്യുന്നതിനെ വളരെ ബുദ്ധിമുട്ടാണ്. എന്നാൽ അന്ന് എങ്ങനെ അതൊക്കെ സാധിച്ചു എന്ന് ഓർക്കുകയായിരുന്നു. വാസ്തവത്തിൽ ഇന്ന് എനിക്ക് ഇവിടെ വരാൻ കഴിയുമോ എന്ന് ഞാൻ വളരെയധികം ചിന്തിച്ചു. കാരണം സഹോദരന്മാർ വിളിക്കുമ്പോൾ, ഈ കാര്യം പറയുമ്പോൾ, എൻ്റെ ഭാര്യ രോഗിയായി ആശുപത്രിയിലായിരുന്നു. അന്ന് അവരോട് ഞാൻ പറഞ്ഞു, ബ്രദറെ, മിക്കവാറും വരാൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല, അത് ഇതുകൊണ്ടാണ് കാരണം എന്ന് ഞാൻ പറയുകയുണ്ടായി. എന്നാൽ കാര്യങ്ങൾ വളരെ വേഗം വേറൊരു നിലയിലേക്ക് മാറിക്കഴിഞ്ഞു. എന്താണ് കാരണം എന്നറിയാമോ? ഇന്ന് എൻ്റെ ഹൃദയത്തിൽ പല കാര്യങ്ങൾ ചിന്തയുണ്ട്. എന്നിരുന്നാൽ തന്നെയും എനിക്ക് നിങ്ങളുടെ മുൻപിൽ നിൽക്കുവാൻ ഞാൻ തീരെ അശക്തനാണ് എന്നുള്ള കാര്യം കൂടെ ഓർമ്മിപ്പിക്കട്ടെ. ഒരു സാഹചര്യത്തിലാണ് ഞാൻ നിൽക്കുന്നത്. എന്തുകൊണ്ടെന്നാൽ കഴിഞ്ഞ 50 ദിവസങ്ങൾക്ക് മുമ്പാണ് എൻ്റെ പ്രിയ ഭാര്യ എന്നെ വിട്ട് കർത്തസന്നിധിയിലേക്ക് ചേർക്കപ്പെട്ടത്. കഴിഞ്ഞ 30-ലധികം വർഷങ്ങൾ കർത്താവിൻ്റെ വയലിൽ, പ്രത്യേകിച്ചും കുഞ്ഞുങ്ങളുടെ ഇടയിൽ പ്രവർത്തിപ്പാൻ കർത്താവ് ഞങ്ങളെ സഹായിച്ചു. എന്നോടൊപ്പം സുവിശേഷ രണാങ്കണത്തിൽ കുഞ്ഞുങ്ങളുടെ ഇടയിൽ കർത്താവിന് വേണ്ടി പോരാടിയ ഒരു ധീര വനിതയായിരുന്നു എൻ്റെ ഭാര്യ. എന്നാൽ അവൾ എന്നേക്കാൾ മുൻപേ കർത്താവിൻ്റെ വിളി കേട്ട് അവിടുത്തെ സന്നിധിയിലേക്ക് ചേർക്കപ്പെട്ടു. ഇന്നും എൻ്റെ ഹൃദയം ആ നിലയിൽ വിങ്ങി നിൽക്കുകയാണ്. എന്താണ് പറയേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് എനിക്ക് വളരെ ബുദ്ധിമുട്ടുണ്ട്. എന്നാൽ അവിടെ ഞാൻ ഒരു ദിവസം കാണുമെന്നുള്ള വലിയ പ്രത്യാശ ഉണ്ട് എന്നുള്ളത് വളരെ അനുഗ്രഹകരമായ ഒരു കാര്യമാണ്.